സാമൂഹിക സേവനം ലക്ഷ്യമാക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയുടെയും സ്വപ്നമാണ് MBBS അഡ്മിഷൻ. ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതാവട്ടെ 2025 മെയ് 4 നടക്കുന്ന നീറ്റ് എൻട്രൻസ് എക്സാമിലൂടെയാണ്. MBBS ലക്ഷ്യം കാണുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിന്റെ 100 ഡേയ്സ് സ്റ്റഡി പ്ലാൻ. കൃത്യമായി പറഞ്ഞാൽ ഇന്നേക്ക് 101 ദിവസമാണ് മെയ് 4, അതായത് നീറ്റ് 2025. Yes, Brilliant Study Center is proudly presenting a 100 days golden plan for those who are wishing to get an MBBS admission. 720-ൽ 720 കരസ്ഥമാക്കിയ ശ്രീനൻ ശർമിൽ ഉൾപ്പെടെ ഇതുവരെ MBBS ലക്ഷ്യം നേടിയെടുത്ത ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ 90% മലയാളി വിദ്യാർത്ഥികളും ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികളാണ്. അവരെല്ലാം ബ്രില്യൻറ്റ് നൽകിയ സ്റ്റഡി പ്ലാനുകളുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയതും വിജയങ്ങൾ നേടിയതും. ഈ വിദ്യാർത്ഥികൾ എല്ലാം തന്നെ ഒരു ദിവസം 15 മണിക്കൂർ വരെ വളരെ കൃത്യമായി പഠിക്കുകയും ചെയ്തിരുന്നു. ഈ 100 ഡേയ്സ് കൊണ്ട് നീറ്റ് അച്ചീവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ നിങ്ങൾക്കായി പ്രസന്റ് ചെയ്യുന്നത്. ബയോളജി ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടി 32 ചാപ്റ്റേഴ്സ്, ഫിസിക്സ് ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ 21 ചാപ്റ്റേഴ്സ്, കെമിസ്ട്രി 28 ചാപ്റ്റേഴ്സ്. ഓൾ ടുഗെദർ നമുക്ക് 81 ചാപ്റ്റേഴ്സ് ആണ് നീറ്റ് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത്. ഒരു ദിവസം 15 മണിക്കൂർ വെച്ച് 100 ദിവസം 1500 മണിക്കൂറുകളാണ് ഒരു വിദ്യാർത്ഥിയുടെ കയ്യിലുള്ളത്. ചുരുക്കം പറഞ്ഞാൽ ഇനിയുള്ള സമയം കൊണ്ട് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വളരെ വേഗം ഓടിയെത്താൻ കഴിയും. ടോട്ടൽ 81 ചാപ്റ്റേഴ്സിനെ 11 യൂണിറ്റുകളായിട്ട് തിരിച്ച് ആദ്യം സിംഗിൾ മോഡൽ എക്സാംസ് നടത്തുന്നു. ഓരോ സിംഗിൾ യൂണിറ്റ് എക്സാമിനേഷനിലും 4 മുതൽ 6 ചാപ്റ്റേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ഈസി ചാപ്റ്റേഴ്സിനോടൊപ്പം ഡിഫിക്കൽട്ട് ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ ഡിഫിക്കൽട്ട് ചാപ്റ്റേഴ്സിനൊപ്പം ഈസി ചാപ്റ്റേഴ്സും ക്ലബ്ബ് ചെയ്ത് ഒരു കുട്ടിക്ക് കൃത്യമായി സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും വിധമാണ് പരീക്ഷാ യൂണിറ്റുകൾ അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സിംഗിൾ യൂണിറ്റിന് ശേഷം യൂണിറ്റുകൾ കമ്പൈൻ ചെയ്തുള്ള കോമ്പിനേഷൻ മോഡലുകളുടെ സമയമാണ്. 5 കോമ്പിനേഷൻ മോഡലുകളാണ് കുട്ടികളെയും കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഇൻഡിവിജ്വൽ യൂണിറ്റുകൾ ചെയ്ത് പഠിച്ച കുട്ടികൾക്ക് ഇന്റർ കണക്ട് ചെയ്തു വരുന്ന ക്വസ്റ്റ്യനുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്യുമുലേറ്റീവ് ക്വസ്റ്റ്യനുകളെ കൂടുതൽ സ്വായത്തമാക്കുന്ന രീതിയിലാണ് കോമ്പിനേഷൻ മോഡലുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. കോമ്പിനേഷൻ മോഡലുകൾക്ക് ശേഷം നീറ്റ് മോഡൽ എക്സാമുകൾ ആരംഭിക്കുന്നു. 81 ചാപ്റ്റേഴ്സിനും നീറ്റിന്റെ NCERT സിലബസിനനുസരിച്ചുള്ള പ്രയോറിറ്റി കൊടുത്ത് NCERT സിലബസിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്തി ഓൾ യൂണിറ്റ് മോഡൽ, നീറ്റ് മോഡൽ ആൻഡ് റിഹേഴ്സൽ മോഡൽ. ബ്രില്യന്റിലെ എൻറ്റയർ സ്റ്റുഡൻസിനെ 2 ഗ്രൂപ്പുകളായി തരംതിരിച്ചാണ് പരീക്ഷ നടത്തുന്നത്. ഗ്രൂപ്പ് 1-ന് 20 പരീക്ഷകളാണ് സിംഗിൾ യൂണിറ്റിൽ വരുന്നത്. ഗ്രൂപ്പ് 2-നും 20 പരീക്ഷകൾ. ഗ്രൂപ്പ് 1 എഴുതുന്ന കുട്ടിക്ക് ഗ്രൂപ്പ് 2-ന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഗ്രൂപ്പ് 2 എഴുതുന്ന കുട്ടിക്ക് ഗ്രൂപ്പ് 1-ന്റെ ക്വസ്റ്റ്യൻ പേപ്പറും നൽകുന്നതാണ്. അതായത് 40 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറാണ് സിംഗിൾ യൂണിറ്റിൽ മാത്രം കുട്ടികളുടെ കയ്യിൽ എത്തുന്നത്. മാത്രവുമല്ല, ഓരോ സിംഗിൾ യൂണിറ്റിന്റെയും തൊട്ടു മുൻപായി അത് എഴുതി പരിശീലിക്കാൻ ലേണിംഗ് ആപ്പിൽ 40 പ്രിപ്പറേറ്ററി മോഡൽ പരീക്ഷകളുമുണ്ട്. ടോട്ടൽ 80 സിംഗിൾ യൂണിറ്റ് എക്സാമുകളാണ് വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്. ഗ്രൂപ്പ് 1 and 2 ഒരുമിച്ച് ചേർത്താണ് നീറ്റ് മോഡൽ, റിഹേഴ്സൽ മോഡൽ തുടങ്ങിയ എക്സാമിനേഷനുകൾ വിദ്യാർത്ഥികൾ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഓൾ യൂണിറ്റ് മോഡലുകൾ 17 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. അതിന്റെ പ്രിപ്പറേറ്ററി മോഡൽ 17 ക്വസ്റ്റ്യൻസ്, ഓൾ ടുഗെദർ 34 നീറ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ തേടിയെത്തുന്നു. അതായത് 80 സിംഗിൾ യൂണിറ്റ് ക്വസ്റ്റ്യൻസും 34 നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും, ഓൾ ടുഗെദർ 114 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങളിലെത്തും. മാത്രവുമല്ല, ഈ 114 ക്വസ്റ്റ്യൻസിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനായി എക്സ്ട്രാ 10 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഓൾ ടുഗെദർ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നത് ഏകദേശം 125ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 200 ക്വസ്റ്റ്യൻസ് വച്ച് 125ഓളം ക്വസ്റ്റ്യൻ പേപ്പറുകളിലായി അപ്രോക്സിമേറ്റ്ലി നിങ്ങൾ കാണാൻ പോകുന്നത് 25,000 ക്വസ്റ്റ്യനുകളാണ്.
നിങ്ങൾ പരീക്ഷാ ഹാളിൽ അറ്റൻഡ് ചെയ്യേണ്ടത് വെറും 180 ക്വസ്റ്റ്യൻസും. ബ്രില്യന്റ് ടെസ്റ്റ് സീരീസ് എന്ന ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന്റെ എക്സ്ക്ലൂസീവ് ടെസ്റ്റ് സീരീസിലൂടെ ഈ ക്വസ്റ്റ്യനുകൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുകയും ഇത്രയും ക്വസ്റ്റ്യനുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് 2025 നീറ്റ് MBBS അഡ്മിഷൻ നിങ്ങൾക്ക് സ്വന്തമാക്കാം. യെസ്, നേരത്തെ പറഞ്ഞ 25,000 ചോദ്യങ്ങൾ കൂടാതെ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികളോടൊപ്പം തന്നെ ബ്രില്യന്റ് ടെസ്റ്റ് സീരീസിന്റെ ഭാഗമാകുന്ന വിദ്യാർത്ഥികൾക്കും ബ്രില്യന്റ് ലേണിംഗ് ആപ്പിലൂടെ ലക്ഷക്കണക്കിന് ചോദ്യോത്തരങ്ങളിലൂടെ കടന്നു പോകാം. ബ്രില്യന്റ് ലേണിംഗ് ആപ്പിൽ എല്ലാ സബ്ജക്റ്റിന്റെയും ഈസി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ, ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ, നീറ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ഡിഫിക്കൽറ്റി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രവുമല്ല ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന്റെ തന്നെ കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാമിനേഷനുകൾ, നീറ്റിന്റെ പ്രീവിയസ് ഇയേഴ്സ് എക്സാമിനേഷനുകൾ, അങ്ങനെ എണ്ണിയാൽ തീരാത്ത നമ്പർ ഓഫ് ക്വസ്റ്റ്യനുകളിലൂടെ കടന്നുപോയി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാം. ചോദ്യങ്ങൾ ചെയ്ത് നിങ്ങൾക്കുണ്ടാവുന്ന കോൺഫിഡൻസ് ആണ് നിങ്ങളുടെ വിജയം. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടാവേണ്ടത് ആ കോൺഫിഡൻസ് ആണ്. ഇനി ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് നിങ്ങൾ എഴുതുന്ന ക്വസ്റ്റ്യനുകളിൽ എന്തെങ്കിലും തെറ്റുപറ്റി അല്ലെങ്കിൽ ഒന്നുകൂടി അത് അറിയണം എന്നുണ്ടെങ്കിൽ ബ്രില്യന്റ് ലേണിംഗ് ആപ്പിൽ കൃത്യമായി വീഡിയോ സൊല്യൂഷൻസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നു. ഇനി ഓരോ പരീക്ഷകൾ കഴിയുന്ന ടൈമിൽ വിത്തിൻ അവേഴ്സ് ബ്രില്യന്റ് ഡയറക്ടേഴ്സ്, കോർഡിനേറ്റേഴ്സ്, പേരൻസ് എന്നിവരെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏകദേശം 10,000 കണക്കിലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു റിസൾട്ട് അനാലിസിസ് ഇവാലുവേഷൻ മീറ്റിംഗും ഉണ്ടായിരിക്കും. ഒരു പക്ഷേ എക്സാമുകളിൽ ലഭിച്ച സ്കോറുകളുടെ അടിസ്ഥാനത്തിൽ എവിടെയാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന് ക്ലിയറായി മനസ്സിലാക്കി അതിനനുസരിച്ച് പഠിക്കുവാൻ ഈ റിസൾട്ട് അനാലിസിസ് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ഇനിയും സമയം അവശേഷിക്കുന്നുവോ? ഏതൊരു വിദ്യാർത്ഥിയുടെയും ന്യായമായ ചോദ്യമായിരിക്കും. കൃത്യമായി പറയട്ടെ, നീറ്റ് 2025 തയ്യാറെടുക്കുവാൻ ഏറ്റവും ആവശ്യമായ സമയം ഇനിയും അവശേഷിക്കുന്നു. നിങ്ങൾ കുറച്ച് ദിവസത്തേക്കെങ്കിലും നിങ്ങളുടെ ഇഷ്ടങ്ങളെയെല്ലാം മാറ്റിവെച്ച് ഉപേക്ഷിക്കുകയല്ല, മറിച്ച് ഒന്ന് മാറ്റിവെച്ച് പൂർണ്ണമായും നിങ്ങളുടെ സമയം പഠിത്തത്തിനായി മാറ്റിവെച്ചാൽ നിങ്ങളുടെ സ്വപ്നം നിങ്ങളിലേക്ക് ഏറ്റവും വേഗത്തിൽ എത്തുക തന്നെ ചെയ്യും. നിങ്ങൾ ഒഴിവാക്കേണ്ട നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഇവയൊക്കെയാണ്: ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പേജുകൾ, റീലുകൾ, അതുപോലെ തന്നെ കൂട്ടുകാരോടും വീട്ടുകാരോടുമുള്ള അനാവശ്യമായ സംസാരങ്ങൾ, യാത്ര പോകലുകൾ, പിന്നെ നിങ്ങൾ മാറ്റിവെക്കേണ്ടതായ പല ഇഷ്ടങ്ങളും ഒരുപക്ഷെ നിങ്ങളുടേതായിട്ടുണ്ടാകാം. ഇതെല്ലാം തന്നെ കുറച്ച് ദിവസത്തേക്ക് മാറ്റിവെച്ച് ആ സമയവും കൂടി നിങ്ങൾ ഏറ്റവും ഇഫക്റ്റീവായിട്ട് നിങ്ങളുടെ പഠനത്തിലേക്ക് നൽകുക. ഈ 100 ഡേയ്സ് ബ്രില്യന്റ് സ്റ്റഡി പ്ലാനിലൂടെ കടന്നു പോകുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും മാനസികവും ശാരീരികവുമായുള്ള ആരോഗ്യവും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. മാനസികവും ശാരീരികവുമായ ആരോഗ്യം എന്ന് പറയുമ്പോൾ കൃത്യമായി ഭക്ഷണം കഴിക്കുക, നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കുക, നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിന് ആവശ്യമുള്ള രീതിയിൽ നന്നായി ഉറങ്ങുക, ഏറ്റവും റിലാക്സ്ഡായി, കംഫർട്ടബിളായി, ഹാപ്പിയായി ഇരിക്കുക. ഈ 81 ചാപ്റ്ററുകളും പല ആവർത്തി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. എങ്കിലും ഇനിയും നിങ്ങൾക്ക് ഇത് റിവൈസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ ഓർമ്മ നിലനിൽക്കുമോ? ഇനിയും ഇത് പഠിച്ചു തീർന്നില്ലേ എന്നുള്ള ആ പരാതികൾക്കും ഇവിടെ പരിഹാരമുണ്ട്. നിങ്ങൾ സിംഗിൾ യൂണിറ്റ്, കോമ്പിനേഷൻ, നീറ്റ് മോഡൽ, റിഹേഴ്സൽ മോഡൽ ഇങ്ങനെ തരം തിരിച്ചിട്ടുള്ള വ്യത്യസ്തമായ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ ചാപ്റ്ററും പല ആവർത്തി വായിച്ച് പഠിക്കാനും അത് റിവൈസ് ചെയ്യുവാനുമുള്ള സമയം നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ട്. സിംഗിൾ യൂണിറ്റ് എക്സാം കഴിയുമ്പോൾ തന്നെ നിങ്ങൾ എല്ലാ ചാപ്റ്ററിലൂടെയും കടന്നു പോയിട്ടുണ്ടാകും. കോമ്പിനേഷൻ മോഡൽ വരുമ്പോൾ നിങ്ങളുടെ രണ്ടാമത്തെ റൗണ്ട് വായന അല്ലെങ്കിൽ പഠിത്തമാണ് അവിടെ നടക്കാൻ പോകുന്നത്. ഓരോ നീറ്റ് മോഡൽ കഴിയുമ്പോഴും നിങ്ങൾ എത്രയോ പ്രാവശ്യം ഫിസിക്സിലൂടെയും കെമിസ്ട്രിയിലൂടെയും ബോട്ടണിയിലൂടെയും സുവോളജിയിലൂടെയും കടന്നുപോയി നിങ്ങൾ മറന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾ കരുതുന്ന എല്ലാ ക്വസ്റ്റ്യനുകളെയും നിങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുണ്ടാകും. ഇനി നമുക്ക് മുമ്പിലുള്ളത് 100 days 100%. Brilliant Study Center, India's #1 coaching center for NEET and JEE.